ഹലോ SLC മക്കളെ, അപ്പൊ നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ ലൈഫിൽ കേട്ടതിൽ വെച്ചിട്ട് ഏറ്റവും അടിപൊളി സ്പീച്ച് ഏതായിരുന്നു എന്നുള്ള കാര്യം ഒന്ന് കമന്റ് ചെയ്യുക. അത് സിനിമയിലെ സ്പീച്ച് ആവാം, റിയൽ ലൈഫ് സ്പീച്ച് ആവാം, ഒന്ന് കമന്റ് ചെയ്യുക. അപ്പൊ നമ്മുടെ പരീക്ഷയിൽ എന്തായാലും സ്പീച്ച് എന്നുള്ള ഒരു ചോദ്യം ഉറപ്പായിട്ടും പരീക്ഷയിൽ വന്നിരിക്കും. അപ്പൊ ഈ സ്പീച്ച് വന്നു കഴിഞ്ഞാൽ പലർക്കും കുറെ ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്യാറുണ്ട്. അത് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം, എങ്ങനെ എൻഡ് ചെയ്യണം, അതിന്റെ ഇടയിലുള്ള പോയിന്റ്സ് ഒക്കെ എങ്ങനെ അറേഞ്ച് ചെയ്യണം, ഒന്നും വലിയ ഐഡിയ ഇല്ല. അപ്പൊ അങ്ങനെ ഐഡിയ ഇല്ലെങ്കിൽ പരീക്ഷയിൽ മാർക്ക് പോകും. അപ്പൊ എങ്ങനെ മാർക്ക് പോവാതെ അടിപൊളിയായിട്ട് ഫുൾ മാർക്ക് സ്പീച്ചിൽ നിന്ന് ചോദ്യം വന്നാൽ ചെയ്യാന്നുള്ളതാണ് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞുതരാം. തീർച്ചയായിട്ടും നിങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം കമന്റ് ചെയ്യുക. ഓൾസോ 2-3 നാൾ ശ്രദ്ധിക്കുക. എല്ലാ ദിവസവും വൈകുന്നേരം 7:30 നമുക്ക് ലൈവ് ക്ലാസ് ഉണ്ടാവും. ആ ലൈവ് ക്ലാസ് ഒരു കാരണവശാലും നിങ്ങൾ മിസ് ചെയ്യരുത്. എക്സ്ട്രീംലി ഇമ്പോർട്ടന്റ് ആയിരിക്കും നിങ്ങളുടെ പരീക്ഷയിൽ A+ ഉറപ്പിക്കുന്നതിൽ. ഓൾസോ ഒരു കാര്യം കൂടെ, ഇതുപോലത്തെ പല ഇംഗ്ലീഷിന്റെ ഗ്രാമർ വീഡിയോസും ഡിസ്കോസ് വീഡിയോസും ചാപ്റ്റർ വീഡിയോസും പോയം വീഡിയോസും ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിന്റെ എല്ലാം ഒരു ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് ആയിട്ട്, ഒരു പ്ലേലിസ്റ്റിന്റെ ലിങ്ക് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും എക്സ്ട്രാ വേറെ ഗ്രാമർ വീഡിയോസ് ഒക്കെ കാണണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന പ്ലേലിസ്റ്റ് ലിങ്കിൽ പോയി ചെക്ക് ചെയ്യുക. മിക്കവാറും അത് അവിടെ ഓൾറെഡി ഉണ്ടാവും, അല്ലെങ്കിൽ ഈ വരുന്ന ദിവസങ്ങളിൽ തന്നെ അത് അവിടെ അപ്ലോഡ് ചെയ്തിരിക്കും. അത്രയേ ഉള്ളൂ. ഓക്കെ, റെഡി ആണല്ലോ? അപ്പൊ നമ്മൾ സ്പീച്ച് ചോദ്യം വന്നാൽ എങ്ങനെ ഉത്തരം കൊടുക്കുന്നത് ശ്രദ്ധിക്കാം. അപ്പൊ ചോദ്യങ്ങൾ ഇങ്ങനെയായിരിക്കും വരാൻ പോകുന്നത്. ബേസ്ഡ് ഓൺ ദ ലെസൺ ദ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഐ എവർ മെയ്ഡ്, റൈറ്റ് എ സ്പീച്ച് ഓൺ ദി ഗ്രേവ് ഇഷ്യൂ ഓഫ് ഡ്രഗ്സ് ആൻഡ് ഇറ്റ്സ് യൂസ് അമോങ് യൂത്ത്. അപ്പം ഇത് വായിച്ച് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും എന്താ ഡ്രഗ്സും അതിന്റെ പ്രശ്നങ്ങളും ഉള്ളത്. അതിനെപ്പറ്റി നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു സ്പീച്ച് കൊടുക്കുക. അത്രേ ഉള്ളൂ സംഭവം. പക്ഷെ അത് എങ്ങനെ എഴുതണം, അതിൽ എഴുതുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടാവണം ഫുൾ മാർക്ക് കിട്ടുക എന്നുള്ള കാര്യമാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. 4 കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് എഴുതി വെച്ച് നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടും. അതിൽ ഫസ്റ്റ് കാര്യമാണ് സാല്യൂട്ടേഷൻ. അതായത് നിങ്ങൾ എന്ത് ചെയ്യരുത്, നേരെ പോയിട്ട് ഓഡിയൻസിന് അടുത്ത് വരും, ടുഡേ വി ആർ സ്പീക്കിംഗ് അബൌട്ട് ഡ്രഗ്സ് എന്ന് പറയരുത്. നിങ്ങൾ ആദ്യം ഓഡിയൻസിന് എന്ത് ചെയ്യണം, അവരൊന്ന് ഗ്രീറ്റ് ചെയ്യണം. എങ്ങനെയാണ് ഗ്രീറ്റ് ചെയ്യുക? അതിനാണ് സാല്യൂട്ടേഷൻ വിളിക്കുക. അതിന് കുറേ രീതികളുണ്ട്. ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള 2 രീതി ഞാൻ പറഞ്ഞുതരാം. ഒന്ന്, എല്ലാ കോണ്ടെക്സ്റ്റിലും, എല്ലാ ജനറൽ കോണ്ടെക്സ്റ്റിലും നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സാല്യൂട്ടേഷൻ ആണ് ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ടുഡേ ഐ വിൽ ബി സ്പീക്കിംഗ് ഓഫ്. ഓക്കെ, അങ്ങനെ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതൊരു ജനറൽ ഓഡിയൻസിന്. പക്ഷെ മിക്ക സമയത്തും പരീക്ഷ ചോദ്യം വരുമ്പോൾ എന്താണ്, നിങ്ങളുടെ സ്കൂളിലെ ഗാന്ധി ജയന്തിക്കോ അല്ലെങ്കിൽ ഇൻഡിപെൻഡൻസ് ഡേക്കോ ഒക്കെ ആയിരിക്കും നിങ്ങൾ സ്പീച്ച് കൊടുക്കേണ്ടി വരിക. അപ്പം അങ്ങനെ സ്കൂളിലാണ് നിങ്ങൾ സ്പീച്ച് കൊടുക്കുന്നത്, നിങ്ങളൊരു സ്റ്റുഡൻറ്റും കൂടി ആണെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ തുടങ്ങാൻ പറ്റും? നിങ്ങൾക്ക് ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ തുടങ്ങുന്നതിൽ ഒരു വലിയൊരു അർത്ഥമില്ല. നിങ്ങൾ തുടങ്ങേണ്ട എങ്ങനെയാണ്? റെസ്പെക്റ്റഡ് ടീച്ചേഴ്സ് ആൻഡ് മൈ ഡിയർ ഫ്രണ്ട്സ്. ഓക്കെ, റെസ്പെക്റ്റഡ് ടീച്ചേഴ്സ്, മൈ ഡിയർ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞു തുടങ്ങാം. ടുഡേ ഐ വിൽ ബി സ്പീക്കിംഗ് ഓൺ മനസ്സിലായി? അപ്പൊ ആ സാല്യൂട്ടേഷൻ ഇല്ലാണ്ട് സ്പീച്ച് തുടങ്ങിയാൽ അവിടെ പോയി ഒരു മാർക്ക്. അപ്പൊ ശ്രദ്ധിക്കുക. അടുത്ത നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഇൻട്രൊഡക്ഷൻ തുടങ്ങാം. ഓക്കെ, കണ്ടന്റ് തുടങ്ങില്ല, ഇൻട്രൊഡക്ഷൻ തുടങ്ങി. എങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക ഒരു ടോപ്പിക്ക്? വളരെ സിമ്പിൾ ആയിട്ട് ടോപ്പിക്കിന് എന്ത് ചെയ്യുക, ഇൻട്രൊഡ്യൂസ് ചെയ്യുക. ടുഡേ ഐ വിൽ ബി സ്പീക്കിംഗ് ഓൺ ദി ഇമ്പോർട്ടൻസ് ഓഫ് വേസ്റ്റ് മാനേജ്മെന്റ്, അല്ലെ ടുഡേ ഐ വിൽ ബി സ്പീക്കിംഗ് ഓൺ ദി ഇഷ്യൂ, അല്ലെ ഗ്രേവ് ഇഷ്യൂ ഓഫ് ഡ്രഗ്സ് ആൻഡ് ഇറ്റ്സ് യൂസ് അമംഗ് ദി യൂത്ത്. അപ്പോൾ ജസ്റ്റ് എന്ത് ചെയ്യുക, നിങ്ങൾ അതിനെ പറ്റിയിട്ടാണ്, ഇന്ന ടോപ്പിക്കിനെ പറ്റിയിട്ടാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നുള്ള കാര്യം നിങ്ങൾ ഏറ്റവും സിമ്പിൾ ആയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുക. ഇതിനേക്കാൾ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ അറിയുമെങ്കിൽ, നിങ്ങളുടെ ഇംഗ്ലീഷ് വളരെ സ്ട്രോങ് ആണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും അങ്ങനെ ചെയ്യാം. ഇങ്ങനെ തന്നെ ചെയ്യണം നിർബന്ധമില്ല. ടുഡേ ഐ വിൽ ബി സ്പീക്കിംഗ്. പക്ഷേ വലിയ ഇംഗ്ലീഷ് സ്ട്രോങ് അല്ലാത്ത ആൾക്കാർക്ക് ഈ രീതിയിൽ അങ്ങോട്ട് ടോപ്പിക്കിന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, വേസ്റ്റ് മാനേജ്മെന്റ് ഡ്രഗ്സിനെ പറ്റിയാണ് സംസാരിക്കുന്നെങ്കിൽ നിങ്ങൾ ഒരു സെന്റൻസും കൂടെ അതിനെ പറ്റി പറയാം. അപ്പോൾ ഒരു സെന്റൻസ് നിങ്ങൾ എന്ത് ചെയ്യുക, അതായത് എന്താണ് നിങ്ങൾ സംസാരിക്കുന്നത് പറ്റി പറയാം. ജസ്റ്റ് അടുത്ത സെന്റൻസിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക. നമ്മൾ വീണ്ടും എക്സാമ്പിൾസ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ 2 സെന്റൻസിൽ നിൽക്കണം. ഈ ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞിട്ട് വീണ്ടും ഒരു 5 സെന്റൻസ് ഒന്നും എഴുതി വെക്കരുത്. 2 സെന്റൻസ് അത് ഇൻട്രൊഡക്ഷൻ. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ട്രൈ ടു ബിഗിൻ വിത്ത് എ കൊട്ടേഷൻ. കൊട്ടേഷൻ അഥവാ കോട്ട് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഫേമസ് ആയിട്ടുള്ള ഗാന്ധിജിയൊക്കെ എന്തെങ്കിലും അഡിക്ഷനെ പറ്റിയിട്ടോ, അല്ലെങ്കിൽ ഗാംബ്ലിങ്ങിനെ പറ്റിയിട്ടോ, അല്ലെങ്കിൽ ഡ്രഗ്സിനെ പറ്റിയിട്ടോ, അല്ലെങ്കിൽ അങ്ങനെ പറ്റിയിട്ട് ആൽക്കഹോളിനെ പറ്റി സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞ എന്തെങ്കിലും കോട്ടൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ കോട്ട് വെച്ചിട്ട് വേണം തുടങ്ങാം. ഗാന്ധിജിയുടെ ഒരു കോട്ട്, സെഡ് ഗാന്ധിജി, അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ, ഡു നോട്ട് യൂസ് ആൽക്കഹോൾ, സെഡ് ഗാന്ധിജി സെഡ് ടുഡേ ഐ വിൽ ബി സ്പീക്കിംഗ് ഓൺ. അങ്ങനെ വേണം തുടങ്ങാം. അപ്പോൾ കുറച്ചുകൂടി പവർഫുൾ ആയിരിക്കും. പക്ഷേ അത് ഓർമ്മയുണ്ടെങ്കിൽ, അത് ഓർത്തിരിക്കാൻ വേണ്ടി, അത് അല്ലെ ഓർമ്മയില്ല, അല്ലെ കോട്ടൊന്നും അറിയില്ലെങ്കിൽ എങ്ങനെ കോട്ട് കണ്ടുപിടിക്കണം ഞാൻ കുറച്ചും പറഞ്ഞുതരാം. പക്ഷെ അത് ഒൺലി ഇഫ് പോസിബിൾ. കണ്ടോ, അതൊന്നും ഒരു നിർബന്ധമുള്ള കാര്യമല്ല. അതിനൊന്നും എക്സ്ട്രാ മാർക്കൊന്നും കിട്ടാൻ പോകുന്നില്ല. ഓക്കെ, പിന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, 2 സെന്റൻസിൽ ഇൻട്രൊഡക്ഷൻ തീർത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ബോഡി അഥവാ കണ്ടന്റ് തുടങ്ങാം. നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറയാം. അതിൻ്റെ ഇടയിലും വേണമെങ്കിൽ സ്റ്റോറീസോ കോഡ്സോ ഒക്കെ ഉപയോഗിക്കാൻ പറ്റുകയാണ് ഉപയോഗിക്കുക. പിന്നെ അറേഞ്ച് കണ്ടന്റ് ലോജിക്കലി. കണ്ടന്റ് തന്നെയാണ് ലോജിക്കലായിട്ട് നിങ്ങൾ അറേഞ്ച് ചെയ്യണം. അതെങ്ങനെ ചെയ്യേണ്ടതെന്ന് ഞാൻ കുറച്ച് പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നിങ്ങൾ പറയാം. ഡ്രഗ് യൂസിനെ പറ്റിയാണ്, അതിനെപ്പറ്റി കുറേ കാര്യങ്ങളൊക്കെ പറയാം. പിന്നെ വേസ്റ്റ് മാനേജ്മെന്റ് കുറേ കാര്യങ്ങളൊക്കെ പറയാം. എന്നിട്ട് നിങ്ങൾ പറയാനുള്ള കാര്യങ്ങളൊക്കെ പറയാം. അവസാനം നിങ്ങളൊരു കൺക്ലൂഷൻ ചെയ്യണം. കൺക്ലൂഷനിൽ നിങ്ങൾക്ക് സജഷൻസ് കൊടുക്കാം, അഡ്വൈസ് കൊടുക്കാം. അഡ്വൈസ് എങ്ങനെ കൊടുക്കാം? ഐ ഏർജ് യു ഓൾ ടു ബിക്കം പാർട്ട് ഓഫ് മേക്കിംഗ് അവർ വേൾഡ് എ ബെറ്റർ പ്ലേസ് ടു ലിവ് ഇൻ. അല്ലെ ബൈ ഡൂയിങ് എന്താണ്, ഇങ്ങനെ ചെറിയ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അങ്ങനെ ഒരു അഡ്വൈസ് കൊടുക്കാം, അല്ലെ സജഷൻസ് കൊടുക്കാം. ഓക്കെ, അങ്ങനെ എന്തെങ്കിലും ഒരു രീതിയിലുള്ള കൺക്ലൂഡ് അങ്ങോട്ട് ചെയ്യണം.
അപ്പോൾ ഇതാണ് ഒരു സ്പീച്ചിന് ഉണ്ടാവേണ്ട സ്ട്രക്ചർ. എന്തൊക്കെയാണ്? സാല്യൂട്ടേഷൻ, ഇൻട്രൊഡക്ഷൻ വേണം 2 സെന്റൻസിൽ, പിന്നെ നിങ്ങൾ പറയാനുള്ള കാര്യങ്ങൾ, അവസാനം കൺക്ലൂഷൻ. ഈ 4 കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ തന്നെ അവിടെ എന്താണ്, പകുതിയിൽ കൂടുതൽ മാർക്കുകൾ കിട്ടും, അത്യാവശ്യം മോശമില്ലാത്ത രീതിയിൽ. ഇനി നമുക്ക് ഒന്നും കൂടി അടിപൊളിയാക്കാൻ വേണ്ടി എന്ത് ചെയ്യാം, നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കും. എക്സാമ്പിൾസ് നോക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് സമയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയൊരു കാര്യം, നിങ്ങൾക്ക് വെറുതെ ഗൂഗിളിലൊക്കെ പോയിട്ട് ഫേമസ് കോട്ട്സ് ബൈ ഗാന്ധിജി എന്ന് പറഞ്ഞിട്ട് കുറച്ച്, ആ ഗാന്ധിജിൻ്റെയോ അല്ല ആരുടെയൊക്കെയാണോ ഫേമസ് ആയിട്ടുള്ള ആൾക്കാരുടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, 1-2 കോട്ടൊക്കെ എന്ത് ചെയ്യാം, ഒന്ന് ബൈ ഹാർട്ട് പഠിച്ചു വെച്ചോ. ചാൻസ് കിട്ടിയാൽ നിങ്ങൾക്ക് എടുത്ത് പെരുമാറാം. ഓക്കെ, നിങ്ങളുടെ സ്പീച്ചിൽ ഓക്കെ യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമായിരിക്കും. ചാൻസ് കിട്ടിയാൽ റെലവെൻ്റ് ആണെങ്കിൽ മാത്രം. ഓക്കെ, അപ്പം ഗാന്ധിജീൻ്റെ മാത്രം വേണമെന്നില്ല, ആരുടെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. പക്ഷേ അത്യാവശ്യം എല്ലാവർക്കും അറിയുന്ന, പ്രത്യേകിച്ച് ഈ പേപ്പർ കറക്റ്റ് ചെയ്യാമെന്ന് ടീച്ചറിന് അറിയുന്ന കൂടെ ആളായിരിക്കണം. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇപ്പം എംബാപ്പേന്റെ കോട്ട് എടുത്ത് ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ പ്രശ്നം എന്ന് വെച്ചാൽ ആ കറക്റ്റ് ചെയ്യുന്ന ടീച്ചറിന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ എംബാപ്പേനെ അറിയുന്നു? അപ്പോൾ അറിയില്ലെങ്കിൽ അത് കുറച്ചൊരു ബുദ്ധിമുട്ടാവും എന്നുള്ള കാര്യം മനസ്സിലാക്കുക, പ്രത്യേകിച്ച് പബ്ലിക് എക്സാമിന്. ഓക്കെ, അപ്പോൾ അതിന് നിൽക്കേണ്ട, എല്ലാവർക്കും അറിയുന്നത്. ഇപ്പം ഏബ്രഹാം ലിങ്കൺ അല്ല, അങ്ങനെ വളരെ ഫേമസ് അല്ലേ, വില്യം ഷേക്സ്പിയർ, അങ്ങനെയൊക്കെ കേട്ടോ, ആരാണെങ്കിലും കുഴപ്പമില്ല. അപ്പം നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. അപ്പോൾ എക്സാമ്പിൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി കാര്യങ്ങൾ മനസ്സിലായി എങ്ങനെയാണ് ആക്ച്വലി ഇതൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത്. ഫോർ എക്സാമ്പിൾ, ബേസ്ഡ് ഓൺ ദി ലെസൺ ദി ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഐ എവർ മെയ്ഡ്, റൈറ്റ് എ സ്പീച്ച് ഓൺ ദി ഗ്രേവ് ഇഷ്യൂ ഓഫ് ഡ്രഗ്സ് ആൻഡ് ഇറ്റ്സ് യൂസ് അമംഗ് യൂത്ത്. അപ്പോൾ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യുക? സാല്യൂട്ടേഷൻ, ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ. ഇപ്പോൾ സ്കൂളൊന്നും അല്ല എന്ത് ചെയ്യുക, ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ ഒരു ടോപ്പിക് ഇൻട്രൊഡ്യൂസ് ചെയ്യുക. അപ്പോൾ ഇതാണ് സാല്യൂട്ടേഷൻ വരുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പ് സാല്യൂട്ടേഷൻ. Next നോക്കിയേ, ടുഡേ ഐ സ്റ്റാൻഡ് ബിഫോർ യു ടു അഡ്രസ് എ ഗ്രേവ് ഇഷ്യൂ ദാറ്റ് ഹാസ് ബീൻ എഫക്റ്റിംഗ് അവർ ദിസ് ഇഷ്യൂ ഇസ് ഡ്രഗ് അബ്യൂസ് അമംഗ് ദി യൂത്ത്. ഓക്കെ, ഇത്രയേ ഉള്ളൂ ഇൻട്രൊഡക്ഷൻ. ഓക്കെ, ഇത്രയും മതി. വേണം നിങ്ങൾക്ക് കുറച്ചും കൂടി വേണം എന്ത് ചെയ്യാം, ഇൻട്രൊഡക്ഷനെ പറ്റിയിട്ട് ഇൻട്രൊഡക്ഷൻ കൊടുക്കാം. പക്ഷേ ബേസിക്കലി ഇത്രയും മതി. നെക്സ്റ്റ്, ദ യൂത്ത് ആർ ദി ഫ്യൂച്ചർ ഓഫ് എനി സൊസൈറ്റി. ഇനി നിങ്ങളുടെ ഐഡിയാസ് നിങ്ങൾ എങ്ങനെ എഴുതി പോകും. പക്ഷെ അതിനെന്ത് ചെയ്യണം, ഒരു ലോജിക്കൊക്കെ ഉണ്ടായിരിക്കണം. അപ്പം നിങ്ങൾ എങ്ങനെയായിരിക്കും ലോജിക്ക് ഉണ്ടാക്കുക, നിങ്ങൾ ആലോചിച്ച് നോക്കി. ഡ്രഗ്സിനെ പറ്റിയിട്ടാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, നിങ്ങൾ സൈഡിൽ തന്നെ എഴുതി വെക്കുക പേപ്പറിന്. നിങ്ങൾ ആക്ച്വലി ഇത് പരീക്ഷയിൽ ചെയ്യണം കേട്ടോ. സൈഡിൽ ഈ സ്പീച്ച് എഴുതുന്നതിന് മുമ്പ് വേണമെങ്കിൽ നിങ്ങൾ ഇൻട്രൊഡക്ഷനും സാല്യൂട്ടേഷനും എഴുതി വെക്കാം. എന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ വലിച്ചു വാരി എഴുതിയാൽ മാർക്കുകൾ 1/2 മാർക്കും 1 മാർക്ക് ചിലപ്പോൾ കുറയാം. അതങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടി നിങ്ങളൊരു സ്ട്രക്ചർ ഉണ്ടാക്കുക. ഇപ്പോൾ ഡ്രഗ്സിനെ പറ്റിയിട്ടാണ് നിങ്ങൾക്ക് എന്തൊക്കെ എഴുതാൻ പറ്റും. ഡ്രഗ്സിനെ പറ്റി എന്താണ് ഈ ഡ്രഗ് അഡിക്ഷൻ, ഓക്കെ, എന്താണ് അതിന് പേര്, ഡെഫിനേഷൻ കൊടുക്കുക. ഡെഫിനേഷൻ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ എന്തൊക്കെയായിരിക്കും അതിൻ്റെ റീസൺസ് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ, എന്തുകൊണ്ടായിരിക്കും ഇത് ഉണ്ടാവുന്നത്, നമ്മുടെ യൂത്തിനൊക്കെ ഇടയിൽ ഉണ്ടാവുന്നത്. പിന്നെ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും അത് കാരണം ഉണ്ടാവുന്ന കോൺസിക്വൻസസ് അല്ലെ, പ്രശ്നങ്ങൾ. ഇത് കാരണം എന്താണ് പല പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു, ക്രൈം റേറ്റ് കൂടുന്നു, എന്താണ് ഇങ്ങനെ ഭയങ്കര പ്രശ്നങ്ങൾ. അത് നിങ്ങൾക്ക് അതിനെ പറ്റി സംസാരിക്കാം. ഓക്കെ, 4ാമത്തത് എന്തായിരിക്കും, പ്രശ്നങ്ങൾ. ഇനി അതൊക്കെ എങ്ങനെ ഓവർകം ചെയ്യാം, ഈ പ്രശ്നങ്ങളൊക്കെ നമുക്ക് എങ്ങനെ ഓവർകം ചെയ്യാൻ എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും, ആസ് എ സൊസൈറ്റി എന്തൊക്കെ ചെയ്യാൻ പറ്റും. പിന്നെ അതിന് ഒന്ന് കൺക്ലൂഡ് ചെയ്യുക. ഇത്രയുള്ള സംഭവം ഇതൊന്ന് സൈഡിൽ ഒരു ഫ്രെയിം വർക്ക് ഉണ്ടാക്കുക. ഇനി കുറച്ചും കൂടി അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം, നിങ്ങൾക്ക് പെട്ടെന്ന് എന്തൊക്കെ ചെയ്യണം, ഓവർ സമയത്തിൽ കളയരുത്. കുറേ നേരം ആലോചിച്ച് സമയം കളഞ്ഞാൽ നടക്കില്ല, പെട്ടെന്ന് ചെയ്യാൻ പറ്റണം. ഓക്കെ, അപ്പോൾ ചെയ്യാൻ പറ്റും. നിങ്ങൾ അതിന് വേണ്ടിയുള്ള പരിപാടി ഞാൻ പറഞ്ഞുതരാം. എന്നിട്ട് ഈ റീസൺസ്, ഇനി ഇത് എഴുതി തുടങ്ങുന്നതിന് മുമ്പ് ഈ റീസൺസ് നിങ്ങൾ എന്തൊക്കെ എഴുതാൻ പ്ലാൻ ഉള്ളതെന്ന് കാര്യം കൂടി എഴുതാം. റീസൺസ് എന്താണ്, 1, 2, 3 എന്ന് പറഞ്ഞ് ലിസ്റ്റ് ചെയ്യാം. കോൺസിക്വൻസസ് എന്താണ്, ക്രൈം റേറ്റ് കൂടും, പിന്നെ പഠനത്തിനെ എഫക്റ്റ് ചെയ്യും, അങ്ങനെ പല കാര്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ എഴുതാം. നിങ്ങൾ അപ്പം തന്നെ ഇരുന്ന് ആലോചിച്ച് പെട്ടെന്ന് ഉണ്ടാക്കാൻ ഐഡിയാസ് മതി. ഭയങ്കര അടിപൊളി ലോകം ടീച്ചർ ഞെട്ടുന്ന രീതിയിൽ ഐഡിയ ഒന്നും വേണ്ട, സാധാരണ പോലെ മതി. പിന്നെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്താണ് ഇങ്ങനെ ചെയ്യാം. ഫാമിലിനെ ഇൻവോൾവ് ചെയ്യാം, സ്കൂളിനെയും ടീച്ചേഴ്സിനെ ഇൻവോൾവ് ചെയ്യാം, മറ്റെന്താ പോലീസും അങ്ങനത്തെ വലിയ നമ്മുടെ അതോറിറ്റീസും എങ്ങനെ എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യം നിങ്ങൾ ജസ്റ്റ് അങ്ങനെ എഴുതി വെച്ചാൽ മതി. പിന്നെ നിങ്ങൾക്ക് അതിൽ എലാബറേറ്റ് ജസ്റ്റ് 1 വേർഡിലോ 2 വേർഡിലൊക്കെ എന്ത് ചെയ്യാം, ഇതിൽ എന്തൊക്കെ എഴുതാൻ പോകുന്നതും കൂടി നിങ്ങൾ സൈഡിൽ നോട്ട് ചെയ്ത് വെച്ചാൽ, അല്ലെങ്കിൽ ജോട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പരിപാടി സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇതിനാണ് ഞാൻ പറഞ്ഞത്, ലോജിക്കൽ ഓർഡറിൽ വേണം നിങ്ങൾ എഴുതാൻ വേണ്ടിയിട്ട്. അല്ലാണ്ട് തോന്നിയ പോലെ ഡ്രഗ് യൂസ് അതാണ്, ഡ്രഗ് യൂസ് ഇതാണ്, ഇത് കാരണം ഇത് ഉണ്ടാവുന്നുണ്ട്, അങ്ങനെ സ്ട്രക്ചർ ഇല്ലാണ്ട് എഴുതണം. അപ്പോൾ ഇതൊരു സ്ട്രക്ചർ കിട്ടി, ഒരു ഫ്രെയിം വർക്ക് കിട്ടി. ആ ഫ്രെയിം വർക്ക് വെച്ചിട്ട് നിങ്ങൾ എഴുതും. അപ്പോൾ ഇവിടെ കുറേ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. അതൊക്കെ ഈ ഫ്രെയിം വർക്ക് വെച്ചിട്ടല്ല ഇവിടെ കൊടുത്തിരിക്കുന്നത്, പക്ഷേ ഇതിലൊരു ഫ്രെയിം വർക്ക് ഉണ്ട്. ഫോർ എക്സാമ്പിൾ നിങ്ങൾ കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാവും, വായിച്ച് നോക്കിയേ. ദ ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് അതൊക്കെയാണ് എന്തൊക്കെയാണ് പറയുന്നത്, ബേസിക്കലി എങ്ങനെ ഓവർകം ചെയ്യാണ്. ഫസ്റ്റ് സ്റ്റെപ്പ് ഇന്നാണ്, സെക്കൻഡ് സ്റ്റെപ്പ് ഇന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ എടുത്ത് പറയാം ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ ടീച്ചറിന് മനസ്സിലായി, കറക്റ്റ് ആൾക്ക് മനസ്സിലായി, നിങ്ങൾ അതിനെപ്പറ്റി സംസാരിച്ചിട്ടുണ്ട് ആ കോൺസെപ്റ്റ്. അപ്പോൾ നിങ്ങൾക്കൊരു സ്ട്രക്ചർ ഉണ്ട് നമുക്ക് തോന്നും. അപ്പോൾ ആ തോന്നലും കൂടി ഉണ്ടാക്കുന്ന നല്ലതായിരിക്കും. ഓക്കെ, ലാസ്റ്റ്ലി നമ്മൾ ഇന്ന കാര്യങ്ങളും. അപ്പോൾ എന്തൊക്കെ എഴുതുന്നു എന്നതിൽ വലിയ കഥയില്ല. നിങ്ങൾ എന്തൊക്കെയാണ് അതിന് ഡ്രഗ് അഡിക്ഷൻ അല്ല ഡ്രഗ് പ്രോബ്ലം ഫിക്സ് ചെയ്യാൻ വേണ്ടി നിങ്ങളുടെ ഐഡിയാസ് ആരും എടുത്ത് IAS കളക്ടറൊന്നും എടുത്ത് ഉപയോഗിക്കാനൊന്നും പോകുന്നില്ല. നിങ്ങളുടെ ഐഡിയാസ് അതിന് വേണ്ടിയിട്ടല്ല ടീച്ചറൊന്നും. നിങ്ങൾക്ക് അതിൻ്റെ സ്ട്രക്ചർ ചെയ്യാൻ പറ്റുന്നുണ്ടോ നിങ്ങളുടെ ഐഡിയാസിനെ എന്നാണ് ഈ കറക്റ്റ് ചെയ്യുന്ന ടീച്ചർ നോക്കുക. അതിനാണ് നിങ്ങൾക്ക് മാർക്ക് കിട്ടാൻ പോകുന്നത്, അല്ലാണ്ട് നിങ്ങളുടെ ഐഡിയാസിനെ പറ്റിയിട്ടല്ല.
മനസ്സിലാവുന്നുണ്ടോ? പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഒരു ഓപ്പൺ ക്വസ്റ്റ്യൻ ആകുമ്പോൾ. ഇപ്പൊ ചാപ്റ്റർ ബേസ്ഡ് ഒക്കെ ആണെങ്കിൽ, ചാപ്റ്റർ ബേസ്ഡ് ആണ്, ചാപ്റ്ററിൽ ഐഡിയാസ് ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളോട് വേണം അങ്ങനെ ചോദിക്കാം. ഇപ്പൊ ഈ ചാപ്റ്റർ ഇതിനെ പറ്റി കുറെ ഐഡിയാസ് ഒന്നും പറയുന്നില്ല, ഡ്രഗ് അഡിക്ഷൻ എങ്ങനെ കോൺകർ ചെയ്യാന്നുള്ള ഐഡിയാസ് പറയുന്നില്ല. അപ്പൊ നിങ്ങൾക്ക് എന്ത് വേണേ അതൊന്നും മാറ്റർ ചെയ്യുന്ന കാര്യമില്ല. പക്ഷെ അതിന് സ്ട്രക്ചർ ഉണ്ടായിരിക്കണം. അപ്പൊ ഇതുപോലെ സ്ട്രക്ചർ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടില്ല എന്നുള്ള കാര്യം ഓർത്തുക. ഞാൻ അവസാനം നിങ്ങൾക്ക് ഇങ്ങനെ പറയാം, ഇൻ കൺക്ലൂഷൻ തന്നെ പറയാം, ഒരു കുഴപ്പമില്ല, അങ്ങനെ തന്നെ പറഞ്ഞോ. അപ്പൊ കൺക്ലൂഷനുമായി ടീച്ചർ മനസ്സിലായി അവിടെ കൺക്ലൂഷൻ ഉണ്ട്, മാർക്ക് അവിടെ വീഴും. പിന്നെ ബാക്കി എഴുതിയൊന്നും വായിച്ചു നോക്കാൻ ടീച്ചറിന് സമയം ഉണ്ടാവില്ല, കാരണം എത്രയോ പേപ്പർ ദിവസം കറക്റ്റ് ചെയ്യാൻ പോകുന്ന അറിയോ. അപ്പൊ നിങ്ങൾ ബാക്കി നന്നായിട്ട് തന്നെ എഴുതുക, ഇവിടെ എന്തെങ്കിലും മണ്ടത്തരൊന്നും എഴുതി വെക്കരുത്. പക്ഷെ ഇങ്ങനെ എന്താണ് ആ സ്ട്രക്ചർ ഇങ്ങനെ തോന്നണം. അതിന് വേണ്ടിയിട്ട് ഇങ്ങനത്തെ വേർഡ്സ് ഒക്കെ യൂസ് ചെയ്യുക. അതിനാണ് ഞാൻ പറയുന്നത് ഇത് വായിച്ചു നോക്കാൻ. ഇത് മാത്രമല്ല, ഇതുപോലെ കുറച്ചും കൂടി സ്പീച്ചുകൾ ഞാൻ കൊടുത്തിട്ടുണ്ട്, ഇവിടെ സാമ്പിൾ സ്പീച്ചസ് കൊടുത്തിട്ടുണ്ട്, അതിന് ആൻസേഴ്സ് കൊടുത്തിട്ടുണ്ട്, അതൊക്കെ വായിച്ചു നോക്കാം. അപ്പൊ ഇത് വായിച്ചു നോക്കുക. ഇതൊക്കെ എവിടുന്ന് സാർ വായിച്ചു നോക്കുക? PDF നോട്ട് ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, ഡൗൺലോഡ് ചെയ്യുക, വായിച്ചു നോക്കുക. വായിക്കുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിരിക്കും. അപ്പൊ നിങ്ങൾക്ക് അപ്പോഴാണ് നിങ്ങൾക്ക് ആക്ച്വലി എക്സിക്യൂട്ട് ചെയ്യാൻ മനസ്സിലാവുള്ളൂ. അല്ലെ നിങ്ങൾ വെറുതെ ഇങ്ങനെ പോയിട്ട് എന്തെങ്കിലുമൊക്കെ എഴുതി വെക്കും. അപ്പം ഇത് വായിച്ചു നോക്കുക. നിങ്ങൾ ഇത് ആൻസർ വായിക്കുന്നതിന് മുമ്പ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, നിങ്ങളാണ് എങ്ങനെ എഴുതും. എന്നിട്ട് ആൻസർ വായിച്ചു നോക്കുക. ചിലപ്പോൾ നിങ്ങളുടെ ഐഡിയ ആയിരിക്കും ആൻസറിന് ഐഡിയ നിങ്ങൾ ബെറ്റർ. ഇതെന്ന് പറഞ്ഞാൽ അൾട്ടിമേറ്റ് ആൻസർ ഒന്നുമല്ല, ഐഡിയ കിട്ടാൻ വേണ്ടിയുള്ള ആൻസറാണ്. ഓക്കെ, ഇതുപോലെ പരീക്ഷയിൽ വന്ന 2-3 ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സ്പീച്ച് എഴുതി നോക്കാം. നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു ക്വസ്റ്റ്യൻ, ഇത് പരീക്ഷയിൽ മോഡൽ പരീക്ഷ വന്നൊരു ചോദ്യം 6 മാർക്കിനാണ് വന്നിരിക്കുന്നത്. ഇത് നിങ്ങളൊന്ന് അറ്റംപ്റ്റ് ചെയ്ത് നോക്കുക. കമന്റ് ബോക്സിൽ ആൻസർ ഇടാം. നിങ്ങളുടെ സ്പീച്ചിന്റെ വേർഷൻ ഭയങ്കര ലോങ് അല്ലെങ്കിലും കുഴപ്പമില്ല, കമന്റ് ബോക്സിൽ ഇടാം. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഞാൻ പറഞ്ഞ പോലെ 4 ഞാൻ പറഞ്ഞ പോയിന്റ്, സാല്യൂട്ടേഷനും ഇൻട്രൊഡക്ഷനും ബോഡി കണ്ടന്റ് കൺക്ലൂഷൻ ഉണ്ടായിരിക്കണം. അത് എന്തായാലും ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്നതിലൊന്നും ഒരു കഥയില്ല. രണ്ടാമത്തെ കാര്യം അതിനൊരു സ്ട്രക്ചർ ഉണ്ടായിരിക്കണം. ഞാൻ ഈ പറഞ്ഞ പോലെ. ഓക്കെ, ഇവിടെ എന്താണ് ചോദ്യം, എന്താണ് ഡെയിലി വേർഡ്. അപ്പൊ ഇതൊരു ഫെലിസിറ്റേഷൻ സ്പീച്ചാണ്. ഓക്കെ, അതായത് കൺഗ്രാജുലേറ്റ് ചെയ്യുന്നതിന്റെ സ്പീച്ചാണ്. അപ്പോൾ അതിലും എന്ത് ചെയ്യണം, സ്ട്രക്ചർ ഉണ്ടായിരിക്കണം. ഓക്കെ, മാർത്ത ഇന്ന കാര്യങ്ങൾ ചെയ്തു, ഇന്ന കാര്യങ്ങളൊക്കെ സ്കൂൾ അതോറിറ്റീസിൻ്റെ അടുത്ത് സംഭവിച്ചു, എങ്കിലും ഇങ്ങനെ സംഭവിച്ചു, അവസാനം ഇങ്ങനെ സംഭവിച്ചു. ഓക്കെ, അതിൽ നിന്ന് നമുക്ക് എന്ത് പഠിക്കാം, അങ്ങനത്തെ കുറേ അതൊരു സ്ട്രക്ചർ നിങ്ങൾ സൈഡിൽ ഒരു നോട്ട്ബുക്കിൽ എഴുതിയിട്ട് വേണം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാം. പരീക്ഷയിൽ അങ്ങനെ തന്നെ ചെയ്യണം. ക്ലിയർ ആണല്ലോ മക്കളെ? എന്നിട്ട് നിങ്ങളൊരു സ്പീച്ച് എഴുതിയിട്ട് കമന്റ് ബോക്സിൽ പോസ്റ്റ് ചെയ്യുക. നിങ്ങൾ എല്ലാവരും ചെയ്യുക. എല്ലാവരും ചെയ്താലുള്ള ഗുണം നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വായിക്കാം. അപ്പോൾ നിങ്ങൾക്ക് കുറേ ഐഡിയാസ് കിട്ടും. ആ ഐഡിയാസൊക്കെ പരീക്ഷയിൽ ഇതുപോലത്തെ ഇതേ സ്പീച്ച് വരണമെന്നില്ല, എങ്കിലും ഇതുപോലത്തെ ഒരു ചാപ്റ്റർ നല്ല വരുള്ളൂ മിക്ക സമയത്തും. അപ്പോൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് കുറേ ഐഡിയാസ് കിട്ടും പരീക്ഷയിൽ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കും. സോ അത് യൂസ്ഫുൾ ആക്കണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്പീച്ചിന് കമൻറ്റ് ചെയ്യുക. ഒബ്വിയസ്ലി അതിൻ്റെ ഒരു ആൻസർ ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ അത് വായിച്ചു നോക്കാം തീർച്ചയായിട്ടും. പിന്നെ ഒരു ക്വസ്റ്റ്യൻ കൂടി കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഐ എവർ മെയ്ഡ്. അതൊക്കെ എനിക്ക് സ്പീച്ച് വരാൻ ചാൻസ് കൂടുതൽ, കാരണം അതിലേക്കാണ് കുറച്ചുകൂടി മൊറാലിറ്റിനെ പറ്റി സംസാരിക്കുന്നത്, ഡ്രഗ് അഡിക്ഷൻ ആണ്. അപ്പോൾ അതുകൊണ്ട് അതും കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, രണ്ടും കമൻറ്റ് ചെയ്യുക. ഇതിലൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇതിൽ ദി ട്രാൻസ്ഫോർമേഷൻ പ്രിപ്പയർ എ ടെക്സ്റ്റ് സ്പീച്ച് ഓൺ ദി നീഡ് ടു കീപ്പ് അവേ. അപ്പോൾ ഇത് നിങ്ങൾ പറയുന്ന സ്പീച്ചാണ്. ചില സമയത്ത് എന്താണ് ഒരു ക്യാരക്ടർ പറയുന്ന സ്പീച്ചാണ്, ഇതിലൊരു ക്യാരക്ടർ പറയും, ഇദ്ദേഹം പറയുന്ന സ്പീച്ചായിട്ടാണ്. അപ്പോൾ എന്താണെന്ന് വലിയ മാറ്റമൊന്നും ഉണ്ടാകുന്നില്ല, നിങ്ങൾക്ക് കോമൺ സെൻസ് വെച്ച് ചെയ്യാം. പക്ഷേ എല്ലാത്തിനും ഞാൻ പറഞ്ഞ കാര്യം ഉണ്ടാവണം, 4 കാര്യം സ്ട്രക്ചർ. അപ്പോൾ ഇത് 2 ചോദ്യങ്ങൾക്കും നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യുക എല്ലാവരും. എന്നിട്ട് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ സ്പീച്ചൊക്കെ വായിച്ചു നോക്കുക. എന്നിട്ട് ഐഡിയാസ് മാക്സിമം തലയിൽ ക്രിയേറ്റ് ചെയ്യാൻ നോക്കുക. ഇത്രയും നിങ്ങൾ ചെയ്താൽ, ഇത് നിങ്ങൾ പ്രാക്ടീസും കൂടി ചെയ്ത് കഴിഞ്ഞാൽ ഏത് സ്പീച്ച് എങ്ങനെ വന്നാലും പരീക്ഷയിൽ നിങ്ങൾക്ക് ഉത്തരം കൊടുക്കാൻ പറ്റും. പിന്നെ ഒബ്വിയസ്ലി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, മിക്ക സ്പീച്ചുകളും എല്ലാ സ്പീച്ചുകളും ആക്ച്വലി ചാപ്റ്റർ ബേസ്ഡ് ആയിരിക്കും. അപ്പോൾ ചാപ്റ്ററിനെ പറ്റി അത്യാവശ്യം നോളജ് ഉണ്ടാക്കുക. ചാപ്റ്റർ ഒന്ന് വായിച്ചു തുടങ്ങിയില്ലെങ്കിൽ ഇപ്പം തന്നെ മെല്ലെ വായിച്ചു തുടങ്ങുക. ലൈവ് ക്ലാസ് കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യുക. ഇത്രയും നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ സ്പീച്ചിൽ നിന്നുള്ള ആ 6 മാർക്ക് സിമ്പിളായിട്ട് പോരും. ഈ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ ഫസ്റ്റ് ആ ലൈക്ക് ബട്ടൺ കൂടെ അടിച്ച് പൊളിക്കുക. ഓൾസോ നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിലേക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കുക. ഓക്കെ, അത്രയേ ഉള്ളൂ. മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ ആൻഡ് കീപ് സ്റ്റഡി.